നമസ്കാരം. സമാധാന പ്രതീക്ഷകളെ ഇല്ലാതാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും ഇറാൻ ഇസ്രയേൽ സംഘർഷ സാധ്യത തുടരുകയാണ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. യുദ്ധമുനമ്പിൽ നിർത്തിയ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ചു എന്ന പ്രതീക്ഷകൾക്കിടെയാണ് തിരിച്ചടിക്കാനുള്ള ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന്റെ സമയക്രമം പ്രഖ്യാപിച്ചത്. എന്നാൽ അത് ലക്ഷ്യം കണ്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നമ്മളോട് പറയുന്നത്. 12 ദിവസം നീണ്ട സംഘർഷത്തിൽ ഇറാനിൽ 450 പേരും ഇസ്രയേൽ 29 പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പിക്കാൻ ഇനി എന്താണ് വഴി? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നയതന്ത്ര വിദഗ്ധൻ ശ്രീ വേണു രാജാമണി, പ്രതിരോധ വിദഗ്ധൻ കേണൽ എസ് ഡിന്നി, മാധ്യമ പ്രവർത്തകൻ ശ്രീ എ റഷീദുദ്ദീൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. റഷീദുദ്ദീൻ ഇപ്പോൾ ദുബായിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. റഷീദുദ്ദീൻ അദ്ദേഹം ധാരാളം ഇറാനിന്റെ എല്ലാ മേഖലകളിലും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയം സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായ ധാരണയുള്ള വ്യക്തി കൂടിയാണ് ശ്രീ എ റഷീദുദ്ദീൻ. അദ്ദേഹം കൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ വേണു രാജാമണി സർ, ഈ വളരെ വലിയ അനിശ്ചിതത്വങ്ങൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ അനിശ്ചിതത്വവും നിലനിന്നിരുന്നു. ഖത്തർ ഇടപെട്ട് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഈ വെടിനിർത്തൽ എന്നതിലേക്ക് എത്തിച്ചത് എന്നെല്ലാം പറയുകയും ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇറാൻ പൂർണ്ണമായി അതിനോട് യോജിച്ചിരുന്നില്ല. ഇസ്രയേൽ അതിന് അനുഗുണമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തുന്നുവെന്നും സംഘർഷം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു എന്നുമൊക്കെയുള്ള ഒരു ആശ്വാസ വാർത്ത വന്നത്. അതിനുശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. അതുകൊണ്ട് ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന നിലപാട് ഇസ്രയേൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ പറഞ്ഞിരുന്നത്, അതിന്റെ അവസാനം പറഞ്ഞിരുന്നത് തന്നെ, ഇറാൻ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നതാണ്. ആ നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണോ ശ്രീ വേണു രാജാമണി? നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ഇന്നത്തെ സംഭവവികാസങ്ങളെ കാണാം. ഒരു സമാധാനത്തിലേക്ക് നീങ്ങേണ്ട പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേലും ഇറാനും രണ്ടും ഒരു സീസ് ഫയറിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന ഘട്ടത്തിൽ അന്യോന്യം മിസൈൽസ് ആക്രമണമൊക്കെ ചിലത് തുടർന്നെന്ന് വരും. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയാൽ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിഷൻസ് പൂർത്തിയായ ശേഷം ഈ സീസ് ഫയർ നടപ്പിലാകും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാലും ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അടിസ്ഥാനമുണ്ടാവും. ആ അടിസ്ഥാനം ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വന്നിരിക്കുന്ന ഒരു ഒത്തുതീർപ്പാണ്. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒത്തുതീർപ്പ് പ്രാബല്യത്തിൽ വരും, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും, നോർമൽസി ഇരു രാജ്യങ്ങളിലേക്കും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണ്ടി വന്നാൽ 1-2 ദിവസം കൂടി നോക്കി നിൽക്കേണ്ടി വരും. നീണ്ട കാലത്തിൽ ലോങ് ടേമിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും കണ്ടിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും രണ്ടും വെടിനിർത്താൻ തയ്യാറാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. ശ്രീ വേണു രാജാമണി, ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ത് തരം ഒത്തുതീർപ്പിന്റെ പുറത്താണ് ഈ വെടിനിർത്തൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണല്ലോ. ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ തവണയും പറഞ്ഞിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ആണവമോഹം ഇല്ലാതാക്കുക. 2, അവിടെ ഒരു ഭരണമാറ്റം, ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നതാണ്. ഇതിൽ ഏത് ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ് ഇസ്രായേലിന് ഇപ്പോൾ ഈ സംഘർഷം തുടങ്ങി 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവകാശപ്പെടാൻ കഴിയുക? ഇറാൻ പറയുന്നു ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ നിന്നുകൊടുത്തിട്ടില്ല എന്ന്. ഇപ്പോൾ ഇതിൽ എവിടെയാണ് വാസ്തവം കിടക്കുന്നത്? അമേരിക്കയുടെയും ഇറാന്റെയും സംയുക്തമായ ആ ഒരു ആക്രമണം കാരണം ഇന്നത്തെ നിലയിലുള്ള ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് ഒരുവിധം എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ അവകാശപ്പെടുന്നത് അവരുടെ നോളജിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. എന്നാൽ ഇന്നത്തെ നിലയിൽ ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഇല്ലാതാക്കിയത് കൊണ്ട് ഒരു പരിധി വരെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും രണ്ടുപേർക്കും അവകാശപ്പെടാം ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തി എന്നുള്ളത്.
അമേരിക്കയെ തിരിച്ചടിച്ച് അമേരിക്കൻ ബേസസിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു സീസ് ഫയറിന് ഇറാൻ എഗ്രി ചെയ്യുന്നത്. ഇറാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഒരു വീക്ക് പൊസിഷനിലാണ്. ഇറാന്റെ നേതൃത്വത്തിലെ പലരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പട്ടാളത്തിന്റെ നേതൃത്വത്തിലുള്ള പലരെയും വധിച്ചിരിക്കുന്നു. അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ വധിച്ചിരിക്കുന്നു. ഈ ശക്തിയെല്ലാം വീണ്ടും ഇറാൻ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമയം പിടിക്കും. ഇന്ന് അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ ഇടപെട്ടതോടുകൂടി അമേരിക്കക്കെതിരെ പ്രതികരിച്ചാൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ ആക്രമിക്കും. അതിൽ നിന്നും ഇറാന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ഇറാൻ താൽക്കാലികമായി ഈ യുദ്ധം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിക് റിട്രീറ്റ് ആണ് ഇറാന്റെ ഭാഗത്ത്. അതേസമയം അവരുടെ ജനങ്ങളോട് അവർക്ക് പറയാൻ സാധിക്കും, നമ്മളെ അടിച്ചവരെ നമ്മൾ തിരിച്ചടിച്ചു, ഇസ്രായേലിനെതിരെ നമ്മൾ പ്രത്യാക്രമണം നടത്തി, അമേരിക്കക്കെതിരെ പ്രത്യാക്രമണം നടത്തി എന്നുള്ളത്. എന്നാൽ ഇത് കൂടുതൽ കഷ്ടതയിലേക്ക് അവരുടെ ജനങ്ങളെ നയിക്കുന്ന ഒരു പാതയിലേക്ക് ഇറാൻ നീങ്ങിയിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. റെജീം ചേഞ്ച് എളുപ്പമല്ല. അഥവാ കൊമേനിയെ ഇല്ലാതാക്കിയാലും വീണ്ടും അടുത്ത ഒരു നിര റിലീജിയസ് ലീഡർഷിപ്പ് അവിടെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ് ആ രാജ്യത്തിലില്ല. അതുകൊണ്ട് ആ റെജീം ചേഞ്ച് എന്ന ഗോൾ ഇസ്രയേലും അമേരിക്കയും വേണ്ടി വന്നാൽ ഒരു ലോങ് ടേം ഗോൾ ആയിട്ട് വെക്കും. പക്ഷെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടും അത് പെർസ്യൂ ചെയ്യുന്ന ഒരു ലക്ഷണവും നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് എടുത്തു വെച്ചാൽ ഇരു രാജ്യങ്ങളും വിജയം പ്രഖ്യാപിച്ച് താൽക്കാലികമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെ ഊഹിക്കാം. എന്നാൽ ലോങ് ടേമിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഉടച്ചു വാർത്ത് അവർക്ക് എതിരെ ഒരു രാജ്യത്തെയും ഉയരാൻ അനുവദിക്കാതെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം പെർമനന്റ് ആയിട്ട് സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആ മേഖലയിൽ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാനായി ഒരുപാട് ശക്തികളുണ്ട്. അവയെല്ലാം ഇന്ന് ദുർബലമാണ്. എങ്കിലും ഹിസ്ബുള്ള ഇന്നും അവശേഷിക്കുന്നു, ഹൂത്തീസ് യമനിൽ അവശേഷിക്കുന്നു, ഹമാസ് ഇന്നും അവശേഷിക്കുന്നു. അവിടെയെല്ലാം അവരെയും ഏത് രീതിയിൽ ശക്തിപ്പെടുത്തുകയും നീണ്ടകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിനെതിരെ പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി, പലസ്തീനിയൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നെല്ലാം ഇറാനും ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടായാലും താൽക്കാലികമായി സമാധാനം തന്നെയാണ് സമാധാനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ശരി, ഏതായാലും ശ്രീ വേണു രാജാമണി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സമാധാനം പുലരട്ടെ പശ്ചിമേഷ്യയിൽ, ഈ പറയുന്ന സംഘർഷത്തിന്റെ ദിനങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് വരുന്നതും പരസ്പരമുള്ള കൊലവിളികളാണ്, യുദ്ധ മുറവിളികളാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇറാൻ ടെഹ്റാനെ വിറപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ധനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊക്കെ വീണ്ടും ഗൾഫ് മേഖലയിലും ലോകത്തൊന്നാകെയും ആശങ്ക വിതയ്ക്കുന്ന സംഭവങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിന്റെ വഴികൾ തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേണൽ എസ് ഡിന്നി, ഈ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇറാന്റെ ആണവ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഏതാണ്ട് 60% മുകളിലെത്തുന്നു, അണ്വായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിനെയാണ്, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഏകപക്ഷീയമായി ഇസ്രായേൽ ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. പിന്നീട് അമേരിക്കയുടെ ഒരു സഹായം പ്രത്യക്ഷമായി ഇസ്രായേലിന് വേണ്ടി വന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ഭൂഗർഭ നിലയങ്ങളെ തകർക്കാൻ വേണ്ടിയായിരുന്നു. അതും സാധിച്ചെടുത്തു. പക്ഷെ പിന്നീട് ലോകം അറിഞ്ഞത് ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം മറ്റൊരു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇറാൻ മാറ്റിവെച്ചു എന്നതാണ്. ഇപ്പോൾ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകുമ്പോഴും ഇസ്രായേൽ അവകാശപ്പെട്ടത് ഞങ്ങൾ ലക്ഷ്യം കണ്ടു എന്നാണ്. അതിനുശേഷം വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ലക്ഷ്യം കണ്ടു എന്ന് ഇസ്രായേലും അമേരിക്കയും പറയുകയും എന്നാൽ അവർക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണോ ഈ വെടിനിർത്തൽ സംഭവിക്കാൻ ഇടയായ സാഹചര്യം?
അതല്ല ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന ഭീതി, തിരിച്ചടി ഇറാനിൽ നിന്ന് ഇനിയും ഉണ്ടായേക്കുമെന്ന ആശങ്ക, ഇതൊക്കെ വെടിനിർത്തലിലേക്ക് എത്തിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഈ ലക്ഷ്യപ്രാപ്തിയിലെത്തി എന്നൊക്കെ പറയുന്നത് ഒരു പച്ചക്കള്ളമാകില്ലേ? എങ്ങനെ വേണം ഈ ഒരു പുതിയ സാഹചര്യത്തെ വിലയിരുത്താൻ, പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം തുടരുന്നു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ? ശ്രീ ഗോപി, ഈ ഒരു 12 ദിവസമായിട്ട് നടക്കുന്ന യുദ്ധത്തിന് ഇപ്പോൾ 12 ദിവസം കഴിയുമ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഈ 3 രാജ്യങ്ങളും, അത് US ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, അവരൊരു സമാധാനത്തിലേക്ക് വേണം എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് അവർ ഇപ്പം മാനസികാവസ്ഥയാണ്. അതിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു കാരണമാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സീസ്ഫയറിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത്. US സംബന്ധിച്ചോളം US ഇതിനകത്ത് ഇടപെട്ട് US-നകത്ത് ഇതുവരെ ഒന്നും കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് വേറെ ഒരു രീതിയിലുള്ള അസറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയമുണ്ട്, ഞങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് ഞാൻ ഒരിക്കലും തള്ളിവിടത്തില്ല എന്നുള്ളത്. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് US-ന്റെ ഭയം. അപ്പോൾ 3 രാജ്യങ്ങളും ഒരു കാര്യത്തിൽ വ്യക്തമാണ്, അവർക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരിപ്പം ഇന്നിപ്പം പറയാണ് അവരെ ഏതൊക്കെ, അപ്പോൾ നിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും വേണമല്ലോ. പെട്ടെന്ന് ഒരു യുദ്ധം തുടങ്ങി അപ്പോൾ പെട്ടെന്ന് നിർത്തണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് അവരവരുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു. അതായത് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനായിരുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത്, ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് ഇതിനെ നിർത്താൻ വേണ്ടി. ഇറാൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ അവരുടെ പക്ഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറാൻ്റെ ഈ അറ്റാക്കിനെ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് തിരിച്ച് ഇസ്രായേലിനകത്ത് നല്ല നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചു, ഞങ്ങൾ US-ന്റെ ബേസിൽ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അവരുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. US-നെ സംബന്ധിച്ചുള്ള US അവരുടെ മിലിറ്ററി ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നു. B2 ബോംബേഴ്സ് ഉപയോഗിച്ച് വലിയൊരു സ്ട്രൈക്ക് അവിടെ നടത്തി, അതിനകത്ത് വലിയ ഒരു നഷ്ടവും ഇല്ലാതെ അവർക്ക് പുറത്തു വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം, ഒരു എക്സിറ്റ് വരുമ്പം, ഈ ഒരു ഫേസ് സേവിങ് അല്ലെങ്കിൽ ഒരു നാണക്കേടില്ലാതെ, അല്ലെങ്കിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ആ നരേറ്റീവിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് എക്സിറ്റിൽ അവർ ശ്രമിക്കുന്നത്. അപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവർ ശ്രമിക്കുന്നത് വെച്ചാൽ ഇസ്രായേലാണ് സ്ട്രൈക്ക് ചെയ്തത് ആദ്യം. അപ്പം ഇറാനാണ് ആദ്യം വെടി നിർത്തുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറാൻ തോറ്റു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ എപ്പോഴൊക്കെ തിരിച്ചടിക്കുന്നോ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അവർ നിൽക്കുന്നത്. US-നെ സംബന്ധിച്ചുള്ള US ഇത് രണ്ടും എങ്ങനെയെങ്കിലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു സീസ്ഫയറിലേക്ക് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അന്ന് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു സീസ്ഫയർ എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ മറ്റുള്ളവരെ ആരും ഒന്നും അറിയാത്ത രീതിയിൽ ഫസ്റ്റ് ഡൊണാൾഡ് ട്രംപാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം 6 മണിക്കൂർ കഴിയുമ്പം ഇറാൻ വെടി നിർത്തും, പിന്നീട് 12 മണിക്കൂർ കഴിയുമ്പം ഇസ്രായേൽ വെടി നിർത്തും, പിന്നീട് 24 മണിക്കൂർ കഴിയുമ്പം ഇത് മൊത്തത്തിലൊരു സീസ്ഫയർ ആവും. അപ്പോൾ ചോദ്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, ഞങ്ങൾ എന്തിനാണ് 6 മണിക്കൂർ കഴിഞ്ഞ് വെടി നിർത്തുന്നത്? 6 മണി തൊട്ട് 12 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ ഞങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കണോ എന്നുള്ളതാണ്. ഇപ്പം നടന്നിരിക്കുന്നത് ഈ സീസ്ഫയറിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് 6 വേവ്സ് ഓഫ് അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടന്നു. അതിനകത്തൊരു 4 മരണവും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള മിനിസ്റ്ററിന്റെ എന്ന നഗരത്തിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബർഷേബ നഗരത്തിലാണ്. കറക്റ്റ് ബർഷബ എന്നുള്ള നഗരത്തിലാണ്. അത് സദേൺ ഇസ്രായേലിലാണ്. അവിടെ IDF-ന്റെ സദേൺ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. 2 എയർ ബേസസ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടാണ് 4 പേരുടെ മരണം നടന്നിട്ടുള്ളത്. അഗെയിൻ അയൺ ഡോം സിസ്റ്റം വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിലുള്ള വാർണിംഗ് ടൈമിംഗ് കിട്ടില്ല, അല്ല പല റീസൺസ് വരുന്നുണ്ട്. ഈ ആളുകൾ 4 മരണം നടന്നു ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അവിടെ നിന്ന് ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേലിന് ഇത് നിർത്താൻ പറ്റില്ല. അപ്പം വീണ്ടും ഇസ്രായേൽ ഒരു സ്ട്രൈക്ക് നടത്തും. അത് 100% ഷുവർ ആണ്, അവർ ആ സ്ട്രൈക്ക് നടത്തും. അങ്ങനെ വരുമ്പം നെക്സ്റ്റ് അഗെയിൻ ബോൾ ഇസ് ഇൻ ഇറാൻസ് നോൺ കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള നിലയിലേക്ക് പോകാം. പക്ഷെ ഓൺലി സേവിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ US-ന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് ഇതിനെ സീസ് ഫയർ നടത്തണമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യമാണ്. കാരണം ഇപ്പം സീസ് ഫയർ നടന്നില്ലെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിന് വലിയ നാണക്കേടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ ഇഷ്യൂസ് ഉണ്ട്. ഓൾറെഡി US-ന്റെ ഉള്ളിൽ
അവിടുത്തെ ഒപ്പോസിഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമായിട്ടുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇറാനെ പോയി സ്ട്രൈക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സീസ് ഫയറിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ അവിടുത്തെ കോൺഗ്രസിലൊക്കെ ധാരാളം ചർച്ച നടക്കുന്ന സമയത്ത് വീണ്ടും ഇതൊരു എസ്കലേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഇസ്രായേലിന്റെ മുഖത്തുണ്ടോ അതിൽ നിന്ന് ചെയ്ത് അതിനെ ഒന്ന് വാട്ടർ ഡൗൺ ചെയ്ത് പതുക്കെ ആ ലെവലിലേക്ക് താഴെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അപ്പം വരുന്ന ഒരു 24 മണിക്കൂർ വളരെ ക്രിട്ടിക്കലായിരിക്കും ഈ രണ്ട് രാജ്യങ്ങളിലും എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന്. കാരണം നമ്മൾ കണ്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ സീസ് ഫയർ കഴിഞ്ഞപ്പോഴും എന്നിട്ടും പാകിസ്ഥാൻ ഒരു ഡ്രോൺ സ്ട്രൈക്സ് പോലെ ജമ്മുവിൻ്റെ ആ ഏരിയയിലൊക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുത്തില്ല. അതാണ് ആ രീതിയിൽ അങ്ങ് തീർന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ മാത്രമേ ഇതിനൊരു ഒരു സീസ് ഫയർ, കംപ്ലീറ്റ് സീസ് ഫയർ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ഇതിനൊരു വീണ്ടും ഒരു എസ്കലേറ്ററി ലാഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അമേരിക്ക അതിനെ അലവ് ചെയ്യുന്നു ഇപ്പോഴത്തെ സ്ഥിതിക്ക്. ശ്രീ ഗോപി. ശരി, ശ്രീ വേണു രാജാമണി, ഇവിടെ IAEAയുടെ ഒരു പുതിയ ഇടപെടൽ നമ്മൾ കാണുകയാണ്. അതായത് ഇറാനെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരിക, ഇറാനുമായി സംസാരിക്കുക, പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുക എന്നതൊക്കെ. പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നോക്കുകുത്തിയായി നിന്നു എന്ന വിമർശനമുണ്ടല്ലോ. ഇവിടെ ഇസ്രായേൽ പറയുന്നു ഇറാന്റെ അണ്വായുധ ശേഷി ഇല്ലാതാക്കാൻ, അതിനുള്ള ശ്രമങ്ങളെ നിർവീര്യമാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ്. ഇപ്പോൾ IAEAയുടെ പരിശോധനകൾക്കോ അവരുടെ ഇൻസ്പെക്ഷനോ ഒന്നും അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് ഇറാൻ അണ്വായുധ നിർമ്മാണത്തിലേക്ക് പോയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ IAEAയുടെ റോൾ ഇറാനെ ഈ ആണവ കരാറിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ഇനി എന്തെങ്കിലും ഒരു കാര്യം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ചെയ്യാനുണ്ടോ? ഇവിടെ അമേരിക്ക ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ നടത്തുന്നു, ആ കരാറിലേക്ക് കൊണ്ടുവരുന്നു, സമയക്രമം നിശ്ചയിക്കുന്നു, ഖത്തർ പ്രധാനമന്ത്രി ഇടപെട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കുന്നു. UN പോലെ ഒരു അന്താരാഷ്ട്ര ഏജൻസി ഇവിടെ നോക്കുകുത്തിയായിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? എല്ലാം ഞങ്ങൾ തീരുമാനിക്കും എന്ന നില വരികയാണോ? തീർച്ചയായും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയും അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ ഇസ്രായേലും ഇരുവരും ഒരു മൈറ്റ് ഇസ് റൈറ്റ്, ഞങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾ പരിഗണിക്കില്ല, ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനായി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് ഇറാന് യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇറാന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വഴി സിവിലിയൻ പവർ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ഇറാൻ ഒരു ആയുധം ഉണ്ടാക്കാനാണ് അധികാരമില്ലാത്തത്. എന്നാൽ ആ ആയുധം ഉണ്ടാക്കാൻ എന്ന സാഹചര്യം ഇമിനന്റ് ആണ്, ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നത് IAEA തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ടും ഏകപക്ഷീയമായി ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം തുടങ്ങി വെക്കുകയാണ് ചെയ്തത്. അവരുടെ മുഴുവൻ ന്യൂക്ലിയർ ഫെസിലിറ്റീസെയും തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് IAEAയുടെ ഏത് മാനദണ്ഡം എടുത്തു നോക്കിയാലും തെറ്റുകാര് ഇസ്രായേലും US-ഉമാണ്, ഇറാൻ അല്ല. പക്ഷെ എങ്കിലും ഇന്നത്തെ ഈ ഒരു യുദ്ധം തടയാനുള്ളൊരു കേപ്പബിലിറ്റി ഒന്നും IAEAക്കില്ല. IAEA എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ സെക്രട്ടറി ജനറലിനെല്ലാം വളരെ ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അദ്ദേഹം തുറന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പരാതി. ഇപ്പോൾ ഇറാനെ ചർച്ചകൾക്ക് വിളിച്ചിട്ട് ആ ചർച്ചകളിലൂടെ എന്ത് നേടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല. എന്തായിരുന്നാലും IAEA ഒരു ശ്രമം നടത്തുന്നത് നല്ലതാണ്. അവിടെ ഇസ്രായേലും അമേരിക്കയുമാണ് അവരുടെ നയങ്ങൾ മാറ്റേണ്ടത്. അതിനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെതിരെ പ്രഖ്യാപിച്ച സാമ്പത്തിക സാങ്ഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ഇല്ലാതായാൽ ഇറാന് വീണ്ടും
പുതിയൊരു സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങുവാൻ സാധിക്കും. അതാണ് അവരുടെ പ്രയോറിറ്റി. ഈ സീസ് ഫയറിന് എഗ്രി ചെയ്യാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ലക്ഷ്യം എന്നത് IAU-ലൂടെ ആണെങ്കിലും UN-ലൂടെ ആണെങ്കിലും നേരിട്ടുള്ളതോ മധ്യസ്ഥര് വഴിയുള്ള ചർച്ചകളിലൂടെ ആണെങ്കിലും ആ ഇക്കണോമിക് സാങ്ഷൻസ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാന്റെ ആണവ ആ ഫെസിലിറ്റീസ് മുഴുവൻ തകർത്ത സ്ഥിതിക്ക് ഇനി ഇറാൻ ഒരു ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇറാനെതിരെ ഉന്നയിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആ ഇക്കണോമിക് സാങ്ഷൻസ് എങ്കിലും ലിഫ്റ്റ് ചെയ്യൂ, ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ ജനങ്ങളും അനുഭവിക്കുന്ന കഷ്ടത ഒന്ന് തീർത്തു തരൂ എന്നായിരിക്കും ഇറാന്റെ ആവശ്യം. അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുമോ, ആ ആവശ്യത്തിന് പിന്തുണ നൽകാൻ ആൾക്കാരുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അത് വരും ദിവസങ്ങളിലേക്ക് കാണാൻ നമുക്ക് കഴിയുള്ളൂ. ഇത് IAEA വഴിയും UN വഴിയും ഇറാൻ ഉന്നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളോടൊപ്പം ശ്രീ റഷീദുദ്ദീൻ ഉണ്ട്. റഷീദുദ്ദീൻ ഇറാന്റെ വിവിധ മേഖലകളിൽ വളരെ എക്സ്റ്റെൻസീവായി യാത്ര ചെയ്യുകയും അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ നിലയ്ക്കാണ് മാധ്യമപ്രവർത്തകനായ ശ്രീ റഷീദുദ്ദീൻ്റെ ഈ ചർച്ചയിലെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി. ശ്രീ റഷീദുദ്ദീൻ, ആദ്യം അറിയേണ്ടത്, ഈ പോരാട്ടം തുടങ്ങി വെക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇറാന്റെ ആണവായുധ ശേഷി ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുക. രണ്ട്, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക. അതുകൊണ്ടാണ് നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് താൻ നടത്തുന്ന ഈ പോരാട്ടം അവർക്ക് വേണ്ടി കൂടിയാണ് എന്ന് പറഞ്ഞത്. ആ സമയത്തെ ഇറാന്റെ ആഭ്യന്തര ദൗർബല്യം കണക്കിലെടുത്തുകൊണ്ടാണ് മൊസാദിനെ പോലെ ഒരു സംഘത്തിന് അവിടെ നിന്നുകൊണ്ട് ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതടക്കമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞതും. അതേ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണോ ഇറാനിൽ ഇപ്പോഴും ഉണ്ടാവുക? ഈ യുദ്ധത്തിൻ്റെ വേളയിലും അല്ലെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ സമയത്തും അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ പറയുന്നതും ആഗ്രഹിക്കുന്നതും ഒരു റെജീം ചേഞ്ചാണ്. അത് സാധ്യമാകുന്ന തരത്തിൽ ദുർബലമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണോ ഇപ്പോൾ ഇറാനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? താങ്കൾ ധാരാളം ആ മേഖലയിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇറാൻ ജനതയുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപീഷ്ണ, ഞാൻ ഈ സമയത്ത്, അതായത് ഒക്ടോബറിലെ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ നവംബറിലാണ് ഞാൻ ഈ ഇറാനിലൂടെ വ്യാപകമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇറാനിൽ വർഷങ്ങളായിട്ട് ആ ഭരണകൂടത്തിനെതിരെ നിലനിൽക്കുന്ന ജനവികാരമൊക്കെ അതിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു കാലമായിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറാനിലെ ജനങ്ങൾ ഈ ഒരു ആക്രമണത്തിൽ, അതായത് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും വ്യാപകമായി പ്രകടനം നടത്തുമെന്നും ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വളരെ ഒറ്റപ്പെട്ട നഗരങ്ങളിൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ തെഹ്റാനിലെ ചില ഭാഗങ്ങളിൽ, പിന്നെ അതുപോലെ ഷിറാസിന്റെ ചില ഭാഗങ്ങളിലോ ഒക്കെയാണ് അങ്ങനെ വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രകടനങ്ങൾ നടക്കുന്നു എന്നല്ലാതെ വ്യാപകമായ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെ അവിടെ ഒരു പ്രകടനം നടത്തുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോടും ചില അധ്യാപകരോടും ഒക്കെ ഈ വിഷയം സംസാരിക്കേണ്ടായി. അപ്പൊ അവരന്ന് പറഞ്ഞൊരു കാര്യം, ആ രാജ്യത്തെ ജനങ്ങൾ ഇപ്പൊ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മൂല കാരണമായിട്ട് അവർ മനസ്സിലാക്കുന്നത് ഇറാനിലെ ഭരണകൂടം ഈ ഇസ്രായേൽ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമില്ല എന്നുള്ള ഒരു ഭാഷയിലായിരുന്നു അന്ന് യുവാക്കൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇറാനിലൂടെയുള്ള, ഞാൻ തെബരീസ് മുതൽ താഴെ ഷിറാസ് വരെയുള്ള സുദീർഘമായ യാത്ര, മഷദിലേക്ക് അങ്ങോട്ട് മുകളിലേക്കും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെയുള്ള ഈ എലീറ്റ് ക്ലാസ് ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, മഹാഭൂരിപക്ഷം ആളുകളും അന്നൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാ. ഇപ്പൊ മുഹമ്മദ് ഖാത്തമി ആവട്ടെ, മൂസവി ആകട്ടെ, അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സംഘടനകൾ, അൽബേനിയ ബേസ്ഡ് ആയിട്ടുള്ള മുജാഹിദീൻ ഓർഗനൈസേഷൻ ആവട്ടെ, ഇവരൊക്കെ തന്നെ ഇപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഒരു ആക്രമണം വന്നു, അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇത് ഇസ്രായേലിന് പറ്റിയ സ്ട്രാറ്റജിക് ആയ ഒരു ബ്ലണ്ടറാണ്. ഇറാൻ ആക്രമിക്കാൻ പോകുമ്പോൾ ഈ ഇത്രയും കാലം അവർ വളരെ മീഡിയ പ്രചരണത്തിലൂടെ മറ്റു പല മാർഗങ്ങളിലൂടെ അവരെ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോപ്പഗണ്ട വാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവർ മീഡിയയിലൂടെ അവർ നേടിയെടുത്ത ഒരു ആധിപത്യമുണ്ട്, അത് ഇല്ലാതാവുകയും ഇപ്പൊ ജനങ്ങൾ മുഴുവൻ ഈ അലി ഖാമനയുടെ കൂടെ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. രണ്ടാമതായിട്ട് അതായത് ശക്തിയുടെ ഒരു പ്രകടനമാണല്ലോ ഇപ്പം നടന്നത്. അതിൽ ഇറാൻ ജയിച്ചു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴത്തെ ഭരണകൂടം വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം കുറയാനാണ് വഴിയൊരുക്കുക. മാത്രമല്ല ഈ വർഷം, അതായത് 2025 ഇറാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. 2026 അത് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്.
ഇത് വളരെ കാലങ്ങളായി ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു മറുവശം അല്ലെങ്കിൽ പ്രചാരണപരമായ ഒരു അപ്പർ ഹാൻഡ് ഇപ്പൊ ഇറാൻ ഗവൺമെന്റിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ മേഖലയിൽ തന്നെ ഇപ്പൊ അറബ് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഗൾഫ് GCC രാജ്യങ്ങൾക്കിടയിലൊക്കെ അമേരിക്കയെ മുൻനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന പല പദ്ധതികളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈനയും ഇപ്പൊ പിന്നെ റഷ്യയും ഒക്കെ മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനൊന്നും വലിയ ഫലം ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇപ്പൊ യമനിൽ നടന്ന പിന്നെ ഹൂത്തികളുമായിട്ടുള്ള വെടിനിർത്തലിന്റെ കാര്യത്തിലൊക്കെ പിന്നെ ചൈന ഇടപെട്ടതൊക്കെ വലിയ ഗുണം ചെയ്തിട്ടുണ്ടാവുമെങ്കിൽ പോലും ചൈനയോടോ റഷ്യയോടോ ഒപ്പം പൂർണ്ണമായി നിൽക്കാത്ത ഒരു അവസ്ഥ ഇവിടെ ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഇപ്പൊ അമേരിക്കയുടെ ഒരു ബേസിന് നേരെ ആദ്യമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന മേഖലയിൽ ഒരു വൻ ശക്തിയുടെ അവരുടെ തലസ്ഥാന നഗരി ഇത് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാനും പോലും കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ വൻശക്തികളുടെ ഭാഗത്ത് അവരുടെ എടുത്തുചാട്ടോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ വന്ന പാളിച്ചകളോ ഒക്കെ അതും ഇവിടുത്തെ നയതന്ത്ര സമവാക്യങ്ങളെയൊക്കെ ഭാവിയിൽ ബാധിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറാൻ ഇപ്പോൾ ഈ നേരത്തെ രാജമണി സാറ് സൂചിപ്പിച്ചതുപോലെ ഈ നയതന്ത്ര പിന്നെ സാങ്ഷനുകൾ അല്ലെങ്കിൽ ഉപരോധങ്ങളൊന്നും പെട്ടെന്ന് എടുത്തു കളയാനൊന്നും സാധ്യതയില്ലെങ്കിലും ഇപ്പൊ ചൈനയുമായിട്ടും റഷ്യയും ഒക്കെ ആയിട്ട് 25 വർഷം ഒപ്പിട്ട നീണ്ട കരാറുകൾ ഇറാന്റെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ കരാറുകളൊക്കെ നടപ്പിലാക്കാനും കുറെ കൂടെ അവർക്ക് അവരുടെ ചരക്ക് നീക്കത്തിനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറുഭാഗത്ത് പിന്നെ ഇസ്രായേൽ ഇതുവരെ നേടിക്കൊണ്ടുവന്ന കുറെ പിന്നെ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത കുറെ അവർക്ക് ഫേവറായ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അബ്രഹാമിക് കരാർ അതൊരു പക്ഷേ ഇനി ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഇവിടെ നിന്ന് ഒപ്പിടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇസ്രായേൽ ഒരു 10-15 വർഷം പിറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആകെ കൂടെ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ പിന്നെ അമേരിക്ക അവർ ജയിച്ചു എന്ന് അവകാശപ്പെട്ടാലും അല്ലെങ്കിൽ ഇസ്രായേൽ അവർ ജയിച്ചു എന്ന് അവകാശപ്പെട്ടാലും ആത്യന്തികമായിട്ട് ഈ യുദ്ധത്തിൽ ഇറാനും അവിടുത്തെ ജനതയുമാണ് ജയിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നം. ഇപ്പോൾ ഇസ്രായേലിന് ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അതിന് കാരണം ഇറാൻ അകത്തുള്ള ഈ ആഭ്യന്തര രാഷ്ട്രീയ ദുർബലത അല്ലെ അവിടുത്തെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഈ ഭരണ മാറ്റത്തിന് വേണ്ടിയുള്ള ഇന്ധനമാക്കി മാറ്റി തീർക്കാം എന്ന് ഇസ്രായേൽ കരുതിയത് ഒരു മിസ്കാൽക്കുലേഷൻ ആയിരുന്നു എന്നതാണല്ലോ താങ്കൾ ഇവിടെ അവതരിപ്പിച്ച വാദത്തിന്റെ ഒരു കാതൽ. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ അത് ഇറാനിലെ സൈനിക മേധാവികളാണ്, പിന്നീട് ആണവ ശാസ്ത്രജ്ഞരാണ് കൂടുതലായി. അവിടുത്തെ സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെ മറന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്ട്രാറ്റജിക് വാർ എന്ന നിലയിൽ ഇസ്രായേൽ ഉന്നം വെച്ചതും മൊസാദിന്റെ സഹായത്തോടുകൂടി അത് നടപ്പാക്കിയതും ഇവരെ കൊല്ലുക എന്നുള്ളതാണ്. അതായത് ഇറാൻ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നതായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം? മറ്റൊന്ന്, നേരത്തെ നെതന്യാഹു പറഞ്ഞതുപോലെ അവരുടെ അണ്വായുധ ശേഷി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. അത് രണ്ടും ലക്ഷ്യം വെച്ചിട്ടുള്ള ഓപ്പറേഷൻ അല്ലേ ഇസ്രായേൽ നടത്തിയത്? അത് ആ അർത്ഥത്തിൽ ഫലം കണ്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? രണ്ടാമത്തെ കാര്യം, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അയത്തുല്ല അലി ഖംനി എവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്കറിയാം, എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഖംനിയെ വധിക്കുന്നില്ല എന്നതാണ്. താങ്കൾ നിശ്ചയമായും വിശ്വസിക്കുന്നുണ്ടോ ഖംനി വധം എന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഒരു പദ്ധതി ആയിരുന്നില്ല എന്ന്? അല്ല, അത് തീർച്ചയായിട്ടും അവരുടെ പദ്ധതിയിൽ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ഇറാന്റെ ഇപ്പൊ ഒരു പ്രസിഡന്റിനെയാണല്ലോ 2 വർഷം മുമ്പ് അവർ വധിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ ഒക്കെ ഒരുപാട് ഒട്ടനേകം കൊലപാതകങ്ങൾ പിന്നെ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യം പിന്നെ പരമാധികാരമുള്ള മറ്റൊരു രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലൊക്കെ നടന്നതിന് ശേഷവും ഇറാൻ എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ പിറകോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ കാമനൈ തന്നെയും പറഞ്ഞു, ഞാൻ 86 വയസ്സായ ഒരു വൃദ്ധനാണ്, എന്റെ ശരീരമോ അല്ലെങ്കിൽ എന്റെ ജീവനോ ഒന്നും വലിയ പ്രസക്തിയുള്ള കാര്യമൊന്നുമല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജിയാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. ഞാൻ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വരും. ഇപ്പൊ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിൽ പോലും ഇപ്പൊ എത്ര ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു എന്നതിന് ശേഷവും അവരുടെ ആണവ പദ്ധതിയെ നിർത്തിവെപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം പദ്ധതികൾ എന്ന് പറയുന്നത് വ്യക്തികളെക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എല്ലാം റിട്ടേൺ ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഈ പിന്നെ അവർ ആ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന അതിലുള്ള പുരോഗതികൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇറാനിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ പോലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടുന്നൊക്കെ പിന്നെ അത്ര ഭയാനകമായ തോതിലുള്ള ഒരു മിസൈൽ ആക്രമണം നടക്കുകയാണെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു അണുവീകരണമോ അല്ലെങ്കിൽ ആണവ നാശനഷ്ടമോ ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇതിനൊക്കെ ഈ പറയപ്പെട്ട കേന്ദ്രങ്ങൾ യഥാർത്ഥ കേന്ദ്രങ്ങളാണോ അതോ ഡെമ്മി കേന്ദ്രങ്ങളാണോ എന്നൊക്കെ ഇപ്പൊ സംശയം വരുന്നുണ്ട്. ഇപ്പൊ നദാൻസിലെ കേന്ദ്രമൊക്കെ ഒരു ഡെമ്മി കേന്ദ്രമാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇറാന്റെ ആണവ പദ്ധതി പിന്നെ മുന്നോട്ട് വേറൊരു ഭാഗത്ത് സമാന്തരമായിട്ടോ രഹസ്യമായിട്ടോ എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടാവാം.
അപ്പൊ അതുകൊണ്ട് ആ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ രണ്ടാമത്തെ ഒരു കാര്യം, സപ്പോസ് ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ, ചില റിപ്പോർട്ടുകൾ പറയുന്നത് 2-3 ആഴ്ചകൾക്കുള്ളിൽ നിന്നാണ്, ഈ 90% എൻറിച്ച്മെന്റിലേക്ക് ഇറാൻ എത്തുകയാണെങ്കിൽ, അവരത് പരീക്ഷണത്തിലൂടെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ ചിത്രവും മാറും. അതോടുകൂടി കേണൽ ഡിന്നി, ഇപ്പോൾ ഈ റഷീദുദ്ദീൻ സംശയിക്കുന്നത് പോലെ നഥാൻസും ഫോർദോയും ഇസ്ഫഹാനും ഒക്കെ ഈ ആണവ നിലയങ്ങൾ എന്ന് കരുതി ആക്രമിക്കപ്പെട്ട ഈ പ്രദേശങ്ങളൊക്കെ ഡമ്മി കേന്ദ്രങ്ങളാണെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കുറെ കൂടി സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക്, അവിടുത്തെ ജീവനക്കാരെ മാറ്റിയെന്ന് ഇറാൻ പറഞ്ഞതുപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇതുപോലെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു അണ്വായുധ നിർമ്മാണത്തിലേക്ക്, ഒരു ആണവ ശക്തി എന്ന നിലയിലേക്ക് ഇറാൻ മാറാനുള്ള സാഹചര്യമുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ അത് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നവരുടെ വാദത്തിന് കുറെ കൂടി ബലം പകരില്ലേ? അത് കുറെ കൂടി ആശങ്കാജനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ലേ? ശ്രീ ഗോപി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് നമുക്കൊരു കൺഫേംഡ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഈ ഒരു യുദ്ധസമയത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സമയത്ത് കിട്ടാൻ സാധ്യതയില്ല. അപ്പം അവിടുത്തെ ആ ന്യൂക്ലിയർ സൈറ്റ്സ് ഡമ്മി ആയിരുന്നോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ധാരാളം ഇൻഫർമേഷൻ വാർഫെയർ നടക്കുന്നുണ്ട്, അതിനകത്ത് മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് മുന്നിലുള്ള ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 19 വർഷം മുൻപുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കായിരുന്നു. ആ ആർട്ടിക്കിളിലും ഇറാൻ ഒരു 3 ആഴ്ച കൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു ആ ആർട്ടിക്കിളിൻ്റെ ഒരു ബേസിസ്. അതായത് 19 വർഷം മുമ്പും ഇതേപോലുള്ള ആരോപണം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, ഇതേപോലുള്ള ഒരു കാപ്പബിലിറ്റി ഇറാൻ്റെയിലും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രീതിയാണ് അന്ന് നടന്നത്. അപ്പോൾ ഈ 19 വർഷം കഴിഞ്ഞിട്ടും ഇറാൻ എന്തുകൊണ്ട് ആ കാപ്പബിലിറ്റി നേടിയില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇനി നേടിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്തില്ല എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പം ഇപ്പോൾ ഈ നടന്ന കോൺഫ്ലിക്റ്റിലൂടെ അതിനെ ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മൾ അറിയേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് ഡെഫിനറ്റ്ലി അവരെന്താണ് ചെയ്തത്? ഇൻഫ്രാസ്ട്രക്ചറിനെ ഡാമേജ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ആ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് ഇറാൻ ആ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം മറ്റ് സെൻട്രിഫ്യൂജസ് ഒക്കെ മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിലുള്ളിൽ തന്നെ അവർക്ക് വേറൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു ആശങ്ക ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും മൊസാദും മിലിറ്ററി US-ൻ്റെ മിലിറ്ററി അല്ലെങ്കിൽ ഇൻ്റലിജൻസും അവരൊക്കെ അതിനെക്കുറിച്ച് അറിവ് ഇല്ലായിരുന്നോ? അതോ അത് എന്തുകൊണ്ടാണ് അവരത് പിക്കപ്പ് ചെയ്യാത്തത്? അങ്ങനെ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് US അങ്ങനത്തെ ഇത്ര വലിയൊരു സ്ട്രൈക്ക് പാക്കേജ് അങ്ങോട്ട് അയച്ചത് എന്നുള്ളൊരു ധാരാളം ചോദ്യങ്ങളുണ്ട്. ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നുമില്ല. അതുപോലെ തന്നെ മുൻപ് ഈ ഒരു ഓപ്പറേഷൻ മുമ്പ് US-ൻ്റെ തന്നെ ഇൻ്റലിജൻസ് മേധാവി തുൾസി ഗബാർഡ് അവർ പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പം ഇറാൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ന്യൂക്ലിയർ ബോംബ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഇൻപുട്സ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇത്രയേ ഉള്ളൂ. അതായത് ഇറാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇതുവരെ അത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്താണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഫ്ലിക്റ്റേ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം നമ്മളറിയാം ഇന്ത്യ പാകിസ്ഥാനിലും എങ്ങനെയാണ് 2 ന്യൂക്ലിയർ പവേഴ്സ് തമ്മിൽ ഒരു ഡിറ്ററൻസ് ഉണ്ട്. 2 ന്യൂക്ലിയർ പവേഴ്സ് തമ്മിൽ ഇങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പം ഇറാൻ്റെ കയ്യിൽ ആ ടെക്നോളജി ഉണ്ട്, പക്ഷെ അതിനെ ആ വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഇടയ്ക്കാണ് അവർ നിൽക്കുന്നത്. ചിലപ്പോൾ അത് 3 ആഴ്ച കൊണ്ടാവാം, ചിലപ്പോൾ അത് 3 വർഷം എടുക്കാം. കാരണം ഇത്രയും വർഷമായിട്ട് അവർക്ക് ചെയ്തില്ലെങ്കിൽ ഇനി പെട്ടെന്നൊരു 3 ആഴ്ച കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിലുള്ള ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവരൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി ഡെമോൺസ്ട്രേഷൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഒരു സ്റ്റെബിലിറ്റിക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറഞ്ഞൊരു കാര്യം വരും. അൺലെസ് ഓഫ്കോഴ്സ് അവർ ഇസ്രായേലിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഡിഫറെൻറ്റ് രീതിയിലേക്ക് മാറും. പക്ഷേ 2 ന്യൂക്ലിയർ സ്റ്റേറ്റ്സ് അവർ തമ്മിൽ ഇങ്ങനത്തെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ റെയറാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ ആയാലും നമ്മൾ കണ്ടു, അങ്ങനത്തെ രീതിയിലൊന്നും നടക്കാറില്ല. അങ്ങനല്ല ഇറാൻ ആ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇതേ സൈക്കിൾ ഓഫ് രീതിയിൽ റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇതേ രീതിയിലുള്ള ആരോപണം വരെയും IAEAയുടെ ഏതെങ്കിലും റിപ്പോർട്ട് വരെയും ഇസ്രായേൽ വീണ്ടും ആ ഒരു ത്രെട്ട് കണ്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ ഞാനത് കാണുന്നില്ല. കാരണം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ
ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ഒന്ന് ഡീഎസ്കലേറ്റ് ചെയ്യുന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ആ രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺ ഗ്രേഡിലേക്ക് ഇറാൻ മാറുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഇൻ ഫ്യൂച്ചർ വലിയ ക്ലാഷസിലേക്ക് പോകാം. മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഗ്ലോബലായിട്ടുള്ള വലിയ വിഷയങ്ങൾ അതിനകത്ത് വരും. ശ്രീ വേണു രാജാമണി, പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചു തുടങ്ങി, നമ്മുടെ രാജ്യത്തെ ബാധിച്ചു തുടങ്ങി. ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷ സമാനമായ സാഹചര്യം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ പലരുടെയും ഉള്ളിൽ തീവാരി ഇടുന്നുണ്ട്. ഇപ്പോൾ 2295 പേരെയാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 443 പേരെ ഇസ്രായേലിൽ നിന്ന് നമ്മൾ തിരികെ കൊണ്ടുവന്നു. വ്യോമപാതയുടെ കാര്യത്തിൽ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ വ്യോമപാത, ജോർദാൻ, ഈ വ്യോമപാത ഇപ്പോഴും തുറന്നിട്ടില്ല. മാത്രമല്ല ഖത്തർ, കുവൈത്ത് ഇവിടെയൊക്കെ വ്യോമപാതകൾ അടച്ചിരുന്നു. ഇന്നിപ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മറ്റു പല എയർ സർവീസുകളും ഇതുപോലെ ഇപ്പോഴും ഈ സർവീസുകൾ തുടങ്ങാൻ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇറാൻ നമ്മുടെ മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുമോ എന്നുള്ളതായിരുന്നു. അതുപോലെ ഗൾഫ് മേഖലയിൽ കഴിയുന്ന 10,000-കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഭാവി സംബന്ധിച്ചുള്ള അതിൻ്റെ അനിശ്ചിതത്വം സംബന്ധിച്ച കാര്യങ്ങളും. ഇന്ത്യക്ക് ഇതിനകത്ത് നയതന്ത്രപരമായി ഇതിനകത്തൊരു പങ്ക് വഹിക്കാനുണ്ടോ ശ്രീ വേണു രാജാമണി? നമ്മൾ രണ്ടുപേരുടെ നിന്നും തുല്യമായ അകലം പാലിച്ചുകൊണ്ട് നയതന്ത്ര വഴികൾ കണ്ടെത്തുകയാണ്. അതിനപ്പുറം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇന്ത്യയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദൗത്യം ഇന്ത്യക്ക് മുന്നിലുണ്ടോ താങ്കളുടെ അഭിപ്രായത്തിൽ? ഇന്ത്യക്ക് ഒരു പ്രത്യേക ദൗത്യം ഇല്ല. മാത്രമല്ല ഈ സംഘർഷം ഇറാനെതിരെയുള്ള ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ പ്രസിഡന്റ് ഇനിഷ്യേറ്റീവിൽ പ്രധാനമന്ത്രി മോദിയുമായി ഒരു ചർച്ചയുണ്ടായി. ഇസ്രായേലും ഇന്ത്യയും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. പ്രധാനമന്ത്രി മോദിക്ക് പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നന്നായി അറിയാം. അതുകൊണ്ട് അവിടെയൊന്നും നയതന്ത്ര ബന്ധങ്ങൾക്ക് യാതൊരു കുറവില്ല. എന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊരു റോളും ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിലേക്കുള്ള ആ ഒരു പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 1-2 ദിവസത്തിനുള്ളിൽ നോർമൽസി വരും. ഈ ഫ്ലൈറ്റ്സ് എല്ലാം വീണ്ടും നോർമലായി തുടങ്ങും. എയർ സ്പേസ് എല്ലാം തുറക്കും എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇസ്രയേലും ഇറാനും വിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീണ്ട കാലത്തിൽ ഈ 12 ദിവസത്തെ യുദ്ധവും കഴിഞ്ഞ കുറെ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി ഇസ്രായേൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് എത്രത്തോളം മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഒരു പവർ എസിമെട്രിയുടെ സാഹചര്യമാണ്. മറ്റാരെക്കാളും കൂടുതൽ ശക്തി ഇസ്രായേലിനാണ്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കും, അതിന് തയ്യാറാണ് എന്നുള്ളത് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഉരുക്കുപോലെ അമേരിക്ക ഉണ്ടാകുമെന്നും വേണ്ടി വന്നാൽ 18 മണിക്കൂർ ബോംബേഴ്സിനെ അമേരിക്കൻ മെയിൻലാൻഡിൽ നിന്നും അയച്ച് ഇസ്രായേലിനെ ബോംബ് ചെയ്യാൻ വരെ അമേരിക്ക തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു കേപ്പബിലിറ്റി ഇന്ന് ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. ട്രംപിന്റെ നേതൃത്വത്തിൽ ആ കേപ്പബിലിറ്റി അവർ ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു ഇറാൻ ഇന്ന് വീണ്ടും ആ അണ്വായുധം നിർമ്മിക്കുന്ന പാതയിലേക്ക് നീങ്ങും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാനും റീകൂപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സമയമാണ്. ഇസ്രായേൽ വളരെ വേണുരാജാമണി സാർ, അങ്ങനെ ഒരു താല്പര്യമോ അങ്ങനെ ഒരു ഉദ്ദേശമോ ഇറാൻ ഇല്ലെങ്കിൽ വളരെ വേഗം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഈ അവരുടെ ഇൻസ്പെക്ഷൻ അനുവദിക്കുകയും അങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഞങ്ങളില്ല എന്ന് ബോധ്യപ്പെടുത്താവുന്നതുമല്ലേ? അതിന് പക്ഷേ ഇറാൻ ഇപ്പോൾ സന്നദ്ധരാകുന്നില്ലല്ലോ. മറിച്ച് IAEA-യുമായിട്ടുള്ള ബന്ധം അതിൽ നിന്ന് വിട്ടുനിൽക്കാനാണല്ലോ ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് അവരുടെ ആണവ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അധികം ആരും അറിയേണ്ട
എന്നുള്ള കാരണത്താലായിരിക്കും. അതുപോലെ തന്നെ വിട്ടുനിൽക്കൽ എന്നുള്ളതൊരു ഭീഷണിയുമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇന്നത്തെ സാഹചര്യത്തിൽ യഥാർത്ഥ ലക്ഷ്യം ഇക്കണോമിക് സാങ്ഷൻസിൽ എന്തെങ്കിലും ഒരു ഇളവ് കൊണ്ടുവരിക, അവരുടെ സാമ്പത്തിക ശക്തി വീണ്ടെടുക്കുക, അവർ നേരിട്ടിട്ടുള്ള ആ ഒരു തിരിച്ചടി അത് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു മിലിറ്ററി നേതൃത്വത്തെ സൃഷ്ടിക്കുക, പുതിയൊരു ന്യൂക്ലിയർ സയന്റിസ്റ്റിന്റെ നേതൃത്വത്തെ സൃഷ്ടിക്കുക എന്നുള്ളതെല്ലാം ആയിരിക്കും. ഇന്ന് ഉടനെ ഇസ്രയേൽ അവരുടെ കേപ്പബിലിറ്റീസ് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. അമേരിക്ക അതിൻ്റെ കേപ്പബിലിറ്റീസ് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ഇറാന് മറ്റൊരു യുദ്ധത്തിനായി ഇറാൻ തയ്യാറാകില്ല. നേരെ മറിച്ച് ഇറാൻ വളരെയധികം സമയത്തോടുകൂടി വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും എടുക്കുന്നത്. ഇസ്രയേലും താൽക്കാലികമായി ഇത്രയെങ്കിലും നേട്ടം ഉണ്ടാക്കിയല്ലോ എന്ന് സമാധാനത്തോടുകൂടി അവര് താൽക്കാലികമായ ഈ വെടിനിർത്തലിന് എഗ്രി ചെയ്യുന്നുണ്ടാകാം. റെജീം ചേഞ്ച്, നീണ്ടകാലത്തിൽ റെജീം ചേഞ്ച് സാധ്യമാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. മൊസാദ് എത്രത്തോളം ഇറാനിൽ കടന്ന് പ്രവർത്തിച്ചു എന്നതും നമ്മൾ കണ്ടതാണ്. നേരത്തെ ഗോപീഷൻ പറഞ്ഞ പോലെ അമേരിക്ക ഞങ്ങൾക്കറിയാം ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തെ ഞങ്ങൾക്ക് കൊല്ലുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ അമേരിക്കയോട് ഖമാനിയെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് അനുവാദം ചോദിച്ചു, എന്നിട്ട് അമേരിക്ക വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. അപ്പൊ ഈ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇറാൻ ഇന്ന് ഇസ്രായേലിനെയും അമേരിക്കയും കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല. ഇറാൻ അവരുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി സമാധാനമാണ് ഇറാൻ്റെ ഏറ്റവും ഉന്നത താല്പര്യം. അതിനുവേണ്ടി തന്നെ ശ്രമിക്കും. നമുക്ക് ആ റീജിയനിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സ്ട്രെയ്റ്റ്സ് ഓഫ് ഹോർമുസ് അടച്ചാൽ ഇന്ത്യയിലേക്ക് വരുന്ന ഓയിൽ സപ്ലൈസ് എല്ലാം തടസ്സപ്പെടും. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്താൽ, ഇറാൻ അമേരിക്കയുടെ മറ്റ് ബേസസ് ടാർഗറ്റ് ചെയ്താൽ അവിടെയെല്ലാം അതിന് ചുറ്റും അതിനടുത്ത് എല്ലാം ഇന്ത്യക്കാർ ജീവിക്കുന്നുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കും എന്നുള്ളതെല്ലാം സത്യമാണ്. അത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു ഭയം മാറിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിൽ നോർമൽസി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങളിലേക്കാണ് ഈ ചർച്ചയ്ക്കിടെ നമ്മൾ കയറുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് എന്ന് ഇസ്രായേലിനെയും ഇറാനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ധാരണയ്ക്ക് ശേഷവും ഇസ്രായേൽ ആയുധം പ്രയോഗിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു. നാറ്റോ യോഗത്തിന് ഹേഗലിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് ഇസ്രായേലാണ്. ഇറാൻ ലംഘിച്ചു എന്നതായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ രണ്ടുപേരും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വിമർശനമാണോ ഡൊണാൾഡ് ട്രംപിനുള്ളത്? എന്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ, ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നുവെന്ന് ആദ്യം അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇറാൻ പക്ഷേ ആ കാര്യം ആദ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തലിന് സന്നദ്ധമായി എന്ന കാര്യം ഇറാൻ, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന കാര്യം ഇറാൻ അറിയിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലും പിന്നാലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് അറിയിച്ചത്. ഇതിന് കർശനമായ നിർദ്ദേശം സേനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. നാറ്റോ ഉച്ചകോടിക്കായി ഹേഗിലേക്ക് പുറപ്പെടും മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് തൻ്റെ നിലപാട് അറിയിച്ചത്. അതിൽ ഇറാനും ഇസ്രായേലിനും ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിലുള്ള അസന്തുഷ്ടി ട്രംപ് രേഖപ്പെടുത്തി. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കടുപ്പിച്ചു പറഞ്ഞത്. അവർ ബോംബുകൾ ഇറാനിൽ വർഷിക്കരുത്, അവരുടെ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കുക, ഈ കാര്യമാണ് തനിക്ക് പറയാനുള്ളതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഏതായാലും പ്രശ്നത്തിന് പരിഹാരമായി പശ്ചിമേഷ്യ ശാന്തമാകും എന്ന സൂചനയൊക്കെ വന്ന് മണിക്കൂറുകൾക്കകമാണ്
ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടുള്ള ഇറാന്റെയും ഇസ്രയേലിന്റെയും ഒക്കെ നടപടികളും ഇസ്രയേലിന്റെ ആരോപണവും ഒക്കെ വരുന്നത്? ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതും. ദിലീപ്, ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണത്തിലൂടെ ഈ വെടിനിർത്തൽ ലംഘനം നടന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? അതായത് വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു, അത് ഇരു രാജ്യങ്ങളും ലംഘിച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് അല്ലേ? ഗോപികൃഷ്ണൻ, വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ കാര്യത്തിലാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയായത് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു വന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഖത്തറിലെയും ഇറാഖിലെയും ഒക്കെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ വെടിനിർത്തൽ കരാറല്ല ധാരണ സംബന്ധിച്ച് ഉള്ള ഒരു നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ടെഹ്റാനിൽ ഇറാൻ ഭരണകൂടവുമായി സംസാരിക്കുന്നതിനുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുന്നു. അതിനിടെ തന്നെ ഖത്തറിനോടും ഈ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന ആവശ്യം അമേരിക്ക ഉന്നയിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഖത്തർ അമീറിനെ വിളിച്ച് ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഖത്തർ അമീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ ഭരണകൂടവുമായി സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ വെടിനിർത്തൽ ധാരണ എന്ന നിലയിലേക്ക് രാവിലെയൊക്കെ എത്തിയത്. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ചില സംഭവങ്ങൾ ഉണ്ടായത്. ഈ വെടിനിർത്തൽ ധാരണ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇറാൻ ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേലും ആ നിലയിൽ ഇറാന്റെ മേഖലകളിലൊക്കെ വലിയ ആക്രമണം നടത്തിയതുമാണ്. പിന്നീട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന് രണ്ടു രാജ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് പൊടുന്നനെ ഈ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ശക്തമായി തിരിച്ചടിക്കും, വെടിനിർത്തൽ ധാരണ ഇറാൻ ലംഘിച്ച് മിസൈലുകൾ ഇസ്രയേലിൽ പലയിടത്തും വർഷിച്ചു എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഇസ്രയേൽ ആരോപിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബോംബുകൾ വർഷിക്കുന്നത് നിർത്തൂ എന്ന് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. പൈലറ്റുമാരെ തിരിച്ചു വിളിക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെയും ഇറാനെയും. വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിന് ഇസ്രയേലിനെയാണ് കൂടുതലായി ട്രംപ് പഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങളെയും പൈലറ്റുമാരെയും തിരികെ വിളിക്കൂ എന്ന്, ബോംബുകൾ വർഷിക്കരുത്, അവരെ തിരികെ വിളിക്കൂ എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഏതായാലും വെടിനിർത്തൽ ധാരണ ഉണ്ടായ ശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലും വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ദിലീപ് കുമാർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റഷീദുദ്ദീൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ റഷീദുദ്ദീൻ, ഇനിയൊരു സമാധാനത്തിന്റെ വഴി കണ്ടെത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ശ്രീ വേണു രാജാമണി ഇവിടെ പറഞ്ഞു. താങ്കൾ ആ സമയത്ത് ചില സാങ്കേതിക തടസ്സം കാരണം താങ്കൾ ആ ഭാഗം കേട്ട് കാണില്ല, അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇറാന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്, അത് മാറ്റുക എന്നതിലേക്കായിരിക്കും ഇറാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇറാന് നിലവിലെ സാഹചര്യത്തിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് കൂടുതൽ ഡാമേജിംഗ് ആയി മാറും. അതുകൊണ്ട് അവർ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇറാനാണെന്നാണ്. പക്ഷേ നേരെ മറിച്ചായിരുന്നു താങ്കൾ നേരത്തെ പറഞ്ഞത്. ഇത് ആത്യന്തികമായി ഈ സംഘർഷത്തെ വിലയിരുത്തുമ്പോൾ അതിൽ ഇറാന്റെ വിജയമായി ഈ സാഹചര്യത്തെ കാണണം എന്നായിരുന്നു താങ്കൾ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല, മറിച്ച് അവിടെ തന്നെ ഇറാന് കൈവിട്ടു പോകുന്ന ഘട്ടമുണ്ടായി. അതുകൊണ്ട് ഇറാൻ ഈ വെടിനിർത്തൽ ആഗ്രഹിച്ചിരുന്നു എന്നാണ് വേണു രാജാമണി സാറിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. റഷീദുദ്ദീൻ, അതിനോട് എങ്ങനെ താങ്കൾ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഇറാന്റെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ ഇറാന്റെ കൂടെ റഷ്യയും വൻശക്തികളായ റഷ്യയും ചൈനയും അവരുടെ പുറകിലുണ്ട്. ലോകത്തെ ആണവ ശക്തികളിൽ പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമായ ഉത്തര കൊറിയ വളരെ പരസ്യമായി തന്നെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിശാലമായ പിന്തുണ കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല ഇസ്രായേലിൽ അവര് കൃത്യമായി തിരിച്ചടിച്ചു. ഇസ്രായേൽ തെല്ലവീവ് നഗരത്തിന്റെ വലിയൊരു ഭാഗം തകർന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ഇറാൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇറാന്റെ ഏറ്റവും ഒടുവിൽ
ഈ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകളിൽ പോലും ഇറാൻ മുന്നോട്ട് വെച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന വാദം, ആരാണോ ആക്രമിച്ചത് അവർ നിർത്തട്ടെ, അതിനുശേഷം ഞങ്ങൾ നിർത്താല്ല. ഇപ്പൊ നമ്മളിപ്പോൾ ദിലീപിന്റെ റിപ്പോർട്ട് പറയേണ്ടതല്ലേ, ഇപ്പോഴും വീണ്ടും തുടർച്ചയായിട്ട് അവിടെ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ ഒരു റീഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അല്ല അത് നിർത്തേണ്ടത് എന്ന് ഇസ്രായേൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറാൻ വളരെ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. ഇറാനെ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആരാണോ ആക്രമിച്ചത് അവർ നിർത്തിയതിനു ശേഷമേ ഞങ്ങൾ അത് നിർത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അത്ര ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇറാന് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരല്ല ഇപ്പോൾ അതിൽ ബാർഗെയിൻ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോ ട്രംപിന്റെ പ്രസ്താവനയെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ, ട്രംപ് ആദ്യമായിട്ട് ഇസ്രായേലിനോട് അതിശക്തമായ ഒരു ഭാഷയിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട് രാജാമണി സാർ പറഞ്ഞല്ലോ, ഇത് ഇറാന്റെ സാങ്ഷൻസ് എടുത്തു കളയാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ഇറാൻ എന്തോ ചില കാര്യങ്ങളിൽ ബാർഗെയിൻ ചെയ്തിട്ടല്ലാതെ ഇങ്ങനൊരു വെടിനിർത്തലിലേക്ക് ഇപ്പൊ പോകേണ്ട ഒരു ആവശ്യം അവർക്കില്ല. ആ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിലെ വ്യക്തമാവുള്ളൂ. അണുബോംബിന്റെ കാര്യമാണ്, അല്ല ആണവപരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഇന്ത്യയൊക്കെ ആയിട്ടും നിലനിൽക്കുന്ന വ്യാപാര ബന്ധങ്ങൾ കുറെ കൂടെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധികളാണ്. എന്താണ് മുന്നോട്ട് വെച്ചാൽ നമുക്ക് വ്യക്തമല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഉപാധി മുന്നോട്ട് വെക്കാതെ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ പുറകോട്ട് പോകില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ശരി, കേണൽ എസ് ജിന്നി, ഇവിടെ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുക? ശ്രീ ഗോപി, നമ്മൾ ഫസ്റ്റ് സംസാരിച്ചപ്പം ഞാനത് പറഞ്ഞായിരുന്നു. അതായത് ഇതിപ്പം ഈ യുദ്ധം അവസാനിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യം ഡൊണാൾഡ് ട്രംപിൻ്റെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യവും അദ്ദേഹം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ട്വീറ്റ് അല്ലാതെ ഒരു വളരെ രൂക്ഷമായിട്ട് വളരെ ഒരു ചീത്ത ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം ഇറാനെയും ഇസ്രായേലിനെയും പറഞ്ഞുകൊണ്ടാണ് ആ ഹെലികോപ്റ്ററിലോട്ട് കയറി പോകുന്നത്. പക്ഷേ ഈ ട്വീറ്റിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത് അത് നിർത്താൻ പറയുന്നു, അത് വയലേഷൻ ആണെന്ന് പറഞ്ഞു, അവരുടെ പൈലറ്റ്സിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അപ്പം ഇസ്രായേലിൻ്റെ അടുത്ത് അമേരിക്കയ്ക്ക് ഇത് പറയാൻ സാധിക്കും. കാരണം ഇസ്രായേലും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ്. ഇസ്രായേലിന് അമേരിക്കയുടെ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു താക്കീത് തന്നെയാണ്, അത് ഒരു വാർണിംഗ് തന്നെയാണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ ആ വാർണിംഗ് കേട്ട് ഇനി അവർ തിരിച്ചൊരു അറ്റാക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നും അവർ ഒരു സ്ട്രൈക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാനുള്ളൊരു ശ്രമമാണ് കാണുന്നത്. പക്ഷേ ഇത് ഇറാൻ്റെ ഭാഗത്ത് അവർക്കും ആവശ്യമാണിത്. ഞാൻ അതിനകത്ത് അംബാസിഡർ വേണു രാജവാണി സാർ പറഞ്ഞതിനകത്താണ് ഞാനും ആ ഒരു കാര്യത്തിലാണ് ഞാനും ചെയ്യുന്നത്. അതായത് ഇറാൻ്റെ ഉള്ളിലും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവർക്കും അവിടെ ഒരു എന്താ പറയുക, ഒരു ജയിച്ചു എന്നുള്ളൊരു തോന്നലാണ്. എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ വാസ്തവം. ഉള്ളി കുറച്ചെങ്കിലും ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ പോയത് അമേരിക്കയ്ക്ക് മാത്രമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തായാലും ശരി, ഇറാൻ്റെ ഭാഗത്തായാലും ശരി, അവരവർക്ക് നഷ്ടങ്ങളുണ്ടായിട്ട് അവരവർക്ക് ചില നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ തീർത്തും ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് വിജയമോ അല്ലെങ്കിൽ തോൽവിയോ നടന്നിട്ടില്ല. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ, ഇറാൻ ആൻഡ് ഇസ്രായേൽ, അവരുടെ ആവശ്യമാണ് ഇത് പെട്ടെന്ന് നിർത്തണമെന്ന്. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ആര് നിർത്തും, അങ്ങനെ ഫസ്റ്റ് ആര് നിർത്തും എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതൊരു തോൽവിയായി മാറുമോ, അതൊരു നരേറ്റീവായിട്ട് മാറുമോ എന്നുള്ളൊരു ഭയമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ താക്കീത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൊടുത്ത് അത് വേണമെങ്കിൽ ഇസ്രായേലിന് ആ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ട്, അതായത് ഞങ്ങൾ അമേരിക്ക പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുകയാണ് എന്നുള്ള രീതിയിലേക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്തുനിന്നും അറ്റാക്കൊന്നും വരാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു 12 മണിക്കൂർ 24 മണിക്കൂറിൻ്റെ അകം വേറെ ഒരു അറ്റാക്ക് നടന്നില്ലെങ്കിൽ ഇത് ഒരു സമാധാനത്തിലേക്ക് പോകും. അങ്ങനെ തന്നെ ഉള്ളാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വേണു രാജാമണി സാർ, ഇപ്പോൾ കേണൽ ഡിന്നി പറഞ്ഞത് മറ്റാരെക്കാളും കൂടുതൽ ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത അമേരിക്കയ്ക്കാണുള്ളത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ആയിരിക്കുമോ അദ്ദേഹത്തിന് ഇതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അതല്ല, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കും എന്നതിൽ നിന്നായിരിക്കുമോ, ആ ആശങ്കയിൽ നിന്നായിരിക്കുമോ ഇപ്പോൾ ഈ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക തന്നെ മുൻകൈ എടുക്കുകയും ഇസ്രായേൽ അത് ലംഘിക്കുമ്പോൾ ഇസ്രായേലിനെതിരെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? പ്രസിഡന്റ് ട്രംപിന്റെ പോളിസീസും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം വളരെ കോൺട്രഡിക്ടറി ആണ്. അദ്ദേഹം നിമിഷത്തിന് നിമിഷം അഭിപ്രായം മാറ്റുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ലോജിക് ഉപയോഗിച്ചാണ് ഒരു തീരുമാനത്തിൽ എത്തുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഈ ക്രൈസിസിലൂടെ നമ്മളത് കണ്ടതാണ്. എന്നാലും ഇപ്പോൾ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ
ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഈ കാര്യത്തിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ്. സമാധാനം ഉണ്ടാവുന്ന അദ്ദേഹം പരസ്യമായ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമാധാനം ഉണ്ടാകുന്നവരെ അദ്ദേഹം ഇസ്രായേലിന്റെ മുകളിലും ഇറാന്റെ മുകളിലും സമ്മർദ്ദം ചെലുത്തും എന്നുള്ളത് ഉറപ്പാണ്. ശരി റഷീദുദ്ദീൻ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു ആശങ്ക ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ മലയാളി കുടുംബങ്ങളുണ്ട് ഇറാനിലൊക്കെ. ഇറാനിൽ നിന്ന് 2295 ഇന്ത്യക്കാരാണ് ഇതുവരെ തിരികെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ അവിടെ ഈ സാഹചര്യത്തിൽ സുരക്ഷിതരായിരിക്കും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? താങ്കൾ അവിടെയുള്ള ഇന്ത്യൻ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു? കോബീഷ്ണ, ചില കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. കാരണം ടെഹ്റാനിൽ പിന്നെ വിനോദസഞ്ചാര ആവശ്യത്തിനും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോയ കുടുംബങ്ങളായിരുന്നു അത്. അപ്പൊ അവർക്ക് ആ സമയത്ത് ഈ വ്യോമപാത ഇറാൻ പൂർണ്ണമായും അടച്ചതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് സജഷൻ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനമൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ ടെഹ്റാനിൽ നിന്ന് യസ്ദിലേക്ക് വരികയും യസ്ദിൽ ഇസ്ഫഹാൻ വഴി ഷിറാസിൽ വന്നിട്ട് ബന്ദർ അബ്ബാസ് പോർട്ടിലേക്ക് വന്നിട്ട് ബന്ദർ അബ്ബാസ് പോർട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഫെറി സർവീസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചേതാനും വർഷങ്ങളായിട്ട്. അതിൽ കയറിയിട്ടൊക്കെ ചിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് കുടുംബങ്ങളുടെ വിശദാംശങ്ങൾ എനിക്ക് കൂടുതൽ ഈ അവിടെ ഇപ്പൊ എത്ര പേര് ബാക്കിയുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ഇടപെട്ടിട്ട് ചില കുടുംബങ്ങൾ ഈ പറഞ്ഞതുപോലെ ബന്ദർ അബ്ബാസ് വഴി ദുബൈയിലേക്ക് തിരിച്ചെത്തിയ കാര്യം എനിക്കറിയാം. മൊത്തത്തിൽ ഈ ഒരു ഇന്ത്യക്ക് വേണ്ടി മാത്രമായിരിക്കാം ഈ ഒരു കാലയളവിൽ ഇറാൻ വ്യോമ ഇടനാഴി തുറന്നു കൊടുത്തു എന്നുള്ളത് എന്തായാലും ഒരു വസ്തുതയാണ്. അപ്പൊ അതുവഴി കേന്ദ്ര സർക്കാർ വളരെ എഫക്റ്റീവായി തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതിനപ്പുറത്ത് മറ്റു നഗരങ്ങൾ, ഇപ്പം മസ്ജിദ് പോലെയുള്ള നഗരങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ കുറെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഈ MBBS പഠിക്കാനൊക്കെ ഇന്ത്യയിൽ പോയ വിദ്യാർത്ഥികൾ പല നഗരങ്ങളിലും ഉണ്ട്. അതിൽ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും വലിയൊരളവിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അവിടെ ജോലി ആവശ്യാർത്ഥം പോയ ആളുകളൊക്കെ തിരിച്ചെത്തിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഏതായാലും ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായി നമ്മുടെ മുന്നിൽ വരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കേട്ട ശേഷം നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But I'm really unhappy if Israel's going out this morning because of one rocket that didn't land, that was shot, perhaps by mistake, that didn't land. I'm not happy about that. We basically have two countries that have been fighting so long and so hard that they don't know what the fuck they're doing. Do you understand that? വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിൽ ഇസ്രായേലിനെയും ഇറാനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്താണ് ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് വിമർശിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ അതിന്റെ കാഠിന്യം നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എന്തെല്ലാം സാധ്യതകളുണ്ടോ അതിലേക്കൊക്കെ ലോകരാഷ്ട്രങ്ങൾ കടക്കണം. സമാധാനം അകലെയല്ല എന്ന സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് വീണ്ടും മിസൈലുകൾ കൊണ്ട് പയറ്റുകയാണെങ്കിൽ അത് കൂടുതൽ രൂക്ഷിതമായ സംഘർഷത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുണ്ടാകാതിരിക്കട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.